വെടിനിർത്തൽ ഉടൻ വേണമെന്ന് റഷ്യയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീണ്ടുപോകുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം തങ്ങൾക്കും ലോകരാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉടനെ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകണമെന്നാണ് ട്രംപ് റഷ്യയുടെ പ്രസിഡന്റ് പുടിനോട് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ട്രംപിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ലോകത്തിന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കാത്തതാണ്. ഓരോരോ സാഹചര്യത്തിലും ഓരോരോ സമയങ്ങളിലും ഓരോരോ നിലപാടാണ് യഥാർത്ഥ ട്രംപിന്റെ ഭാഗത്തുണ്ടാവുക. ഇതിനു മുൻപ് ഉക്രൈനെതിരെ റഷ്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിപുലമായിരിക്കുന്ന ചർച്ചകളൊക്കെ ആരംഭിച്ചു. അതിന് പുടിനാണെങ്കിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഉക്രൈനുമായിട്ട് ഉടക്കി. ഉക്രൈൻ്റെ പ്രസിഡന്റിനെ അമേരിക്ക ന്യൂയോർക്കിലേക്ക് വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് ചർച്ച നടത്തി. ചർച്ച പൊലിയുന്നതും പിന്നീട് ഈ മീറ്റിങ്ങിൽ വെച്ച് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഉക്രൈൻ്റെ പ്രസിഡന്റായ സെലൻസ്കിയോട് പറയുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടന്നതാണ്. അപ്പോഴൊക്കെ നിലപാടെന്തായിരുന്നു? ഉക്രൈനെതിരെ പുടിനോടൊപ്പം ചേർന്നുള്ള നിലപാടായിരുന്നു ട്രംപ് എടുത്തിരുന്നത്. അപ്പം അതോടനുബന്ധിച്ച് തന്നെ പറഞ്ഞത് ഉക്രൈൻ്റെ പ്രസിഡന്റ് സ്ഥലത്ത് നിന്ന് മാറണം എന്ന് വരെ പറഞ്ഞു. അത് റഷ്യക്ക് വേണ്ടിയിട്ട് ട്രംപ് സംസാരിച്ചതായിരുന്നു. ഇന്ന് രീതി മാറി. ഇന്ന് പിന്നീട് എന്തുണ്ടായി? ഉക്രൈൻ്റെ പ്രസിഡന്റ് മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു. മാപ്പ് പറഞ്ഞതോടുകൂടി ട്രംപുമായിട്ടുള്ള വിഷയ പ്രശ്നങ്ങൾ അവസാനിച്ചു. പിന്നെ ആയുധം കൊടുക്കാനും സാമ്പത്തികം നൽകാനൊക്കെ ഏറെക്കുറെ തീരുമാനമായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഉക്രൈൻ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. ഇപ്പോൾ ട്രംപ് കളം മാറ്റി ചവിട്ടി ഇപ്പോൾ റഷ്യ ഭീഷണിപ്പെടുത്തിയാണ്. റഷ്യയോട് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വെടിനിർത്തലിന് തയ്യാറാകണം, കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കണം, യുദ്ധം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുമ്പുണ്ടാക്കിയിരിക്കുന്ന കരാർ അവസാനിപ്പിക്കുകയും നികുതി വർധനവ് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരു കരാർ വ്യവസ്ഥ പ്രകാരമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് അമേരിക്കയിലൊക്കെ ഇറങ്ങുന്ന പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പുറത്ത് രാജ്യത്തേക്ക് റഷ്യ വിൽപ്പന നടത്തപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ള കരാർ വ്യവസ്ഥ മുമ്പ് ഉണ്ടാക്കിയത് റദ്ദ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഈ നികുതി വർദ്ധിപ്പിക്കും. അങ്ങനെ നികുതി വർദ്ധിപ്പിക്കുന്ന സമയത്ത് സാമ്പത്തികപരമായിരിക്കുന്ന ബാധ്യത റഷ്യക്കുണ്ടാവും. അത് വലിയ വിഷയമായിട്ട് അത് അവസാനിക്കും. ഇതിനു മുൻപ് സംഘർഷ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൗദി അറേബ്യ മധ്യസ്ഥ വഹിച്ചിരുന്നു. ആ മധ്യസ്ഥ ഏറെക്കുറെ പൂർത്തിയായതാണ്. അത് അമേരിക്കയുടെ പ്രതിനിധികളും റഷ്യയുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഉക്രൈനിൽ പങ്കെടുക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഉക്രൈൻ്റെ പ്രസിഡന്റ് സൗദിയിലെത്തുന്നു, ചർച്ച ചെയ്യുന്നു. ഏറെക്കുറെ രൂപത്തിലും ധാരണയിലായിരിക്കുന്നു. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ പറയപ്പെട്ട കാര്യം യുദ്ധം അവസാനിപ്പിക്കുക. നിലവിൽ റഷ്യ അങ്ങോട്ടോ ഉക്രൈൻ ഇങ്ങോട്ടോ യുദ്ധം ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകുക. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് ഭൂപ്രദേശങ്ങൾ, ഒരുപാട് മേഖലകൾ റഷ്യയുടെ കൈവശത്തിലുണ്ട്. റഷ്യയുടെ കൈവശത്തിലുള്ള മേഖലകൾ റഷ്യ കൈവശപ്പെടുത്തുകയും ബാക്കിയുള്ളത് ഈ ഉക്രൈൻ കൈവശപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാവുക. റഷ്യയുടെ കൈവശത്തിലുള്ള ഉക്രൈൻ്റെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീട് ചർച്ച ചെയ്യാം, എന്ത് ചെയ്യണമെന്നുള്ളത്. അതും കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മധ്യസ്ഥ എവിടെ എത്താതെ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് പിന്നീടാക്കാം എന്ന നിലപാടായിരുന്നു അന്ന് എടുത്തിരുന്നത്. രണ്ടു കൂട്ടരെ സമ്മതിച്ചാണ്. പിന്നെ എവിടെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അത് ഫലവത്താവാതെ പോയി. ശക്തമായിരിക്കുന്ന ആക്രമണം റഷ്യ ഉക്രൈൻ നേരെ നടത്തി. 2-3 പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഉക്രൈൻ സൈന്യത്തിൻ്റെ കൈവശത്തിലുള്ള റഷ്യയുടെ ഭൂപ്രദേശം റഷ്യ മോചിപ്പിക്കുകയും ചെയ്തു. അങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, അസംസ്കൃത എണ്ണ നിങ്ങൾ മറ്റ് രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് 50% തീരുവ തങ്ങൾ പ്രഖ്യാപിക്കും. അത് ടാക്സ് നികുതി കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അതിനെന്തോ 15% അങ്ങനെ കുറഞ്ഞ പൈസയുള്ളൂ. അതിന് 30%-ഓളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് 50% അമേരിക്കയ്ക്ക് പ്രത്യേകമായ രീതി സർചാർജ് ഏർപ്പെടുത്തും. അത് 25%-ഓളം വരും. അതിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 15%. അതും വർദ്ധിപ്പിക്കും. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളോട് പറഞ്ഞത്, റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും 50% അധിക സർചാർജ് ഏർപ്പെടുത്തും. അത് പെട്രോളിയം ആണെങ്കിലും മറ്റു വസ്തുക്കളാണെങ്കിലും ഗ്യാസായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു കാര്യമാണെങ്കിലും 50% വർധനവ് നിങ്ങൾക്കും ഏർപ്പെടുത്തും. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെയും റഷ്യയും ഒരേ തരം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. റഷ്യ അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്:
എന്താണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയം? യുദ്ധത്തിന് ആരംഭം കുറിക്കപ്പെടുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്താണോ എന്നുള്ളത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും വേണം. എന്നിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മധ്യസ്ഥത ചർച്ചയ്ക്ക് പോലും തങ്ങൾ തയ്യാറാവുക. യുദ്ധത്തിൻ്റെ കാരണത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിന് തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കണം. രണ്ടാമത് അവർ പറയുന്നത് രണ്ടാമത് റഷ്യ പറയുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണം. ഇലക്ഷൻ നടത്തിയാൽ സ്വാഭാവികപരമായി സെലൻസ്കി പുറത്തു പോകും. സെലൻസ്കി പുറത്തു പോയാൽ പിന്നീട് അവിടെ ആര് ഭരണത്തിൽ വന്നാലും അത് റഷ്യയുമായിട്ട് സഹകരിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവുക. കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ ഏകദേശം ഉക്രൈനിലുള്ള ഏകദേശം 35% ജനങ്ങളും റഷ്യൻ പൗരന്മാരാണ്. റഷ്യയുടെ ഭാഷ സംസാരിക്കുന്നവരാണ്. അവിടെ സംസ്കാരത്തെ പിന്തുടരുന്നവരാണ്. ആ രീതിയിലാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടനുബന്ധിച്ചാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത്. അവിടെയെല്ലാം വിപുലമായ രീതിയിൽ റഷ്യയുടെ പൗരന്മാരുണ്ടായിരുന്നു. ആ പൗരന്മാർ രാഷ്ട്രപ്രഖ്യാപനം വന്നതോടുകൂടി അവിടെ പെട്ടുപോയതാണ്. സംസാരിക്കുന്നതൊക്കെ റഷ്യയുടെ ഭാഷയാണ്. ആയതിനാൽ അവർ റഷ്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതിനെ റഷ്യ പറയുന്നത്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ കണിശമായിരിക്കുന്ന ഉക്രൈൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് റഷ്യ സംസാരിക്കുന്നതാണ്. അത് തങ്ങൾക്ക് അത്ര എളുപ്പത്തിലൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിൽ ഒന്ന് പറയുന്നത് ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊടിയ രീതിയിലുള്ള ആക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഒരു രാജ്യം ഇലക്ഷനെ നേരിടുക? അത് പ്രയാസമുള്ള കാര്യമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഉക്രൈൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ സെലൻസ്കി മാറണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അധികാരമൊന്നുമില്ല. അത് ഈ രാജ്യത്തിൻ്റെ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വരട്ടെ, ഇലക്ഷൻ നടക്കട്ടെ, റിസൾട്ട് വരട്ടെ. ആ സമയത്ത് ഉക്രൈൻ്റെ പ്രസിഡന്റ് പുറത്താവുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറി നിൽക്കും. അത് മുൻകൂട്ടി മറ്റൊരു രാജ്യത്തിന് അത് നിലപാട് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെയുള്ളത് സമ്പൂർണ്ണ വെടിനിർത്തലാണ്. അത് റഷ്യ തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. സമ്പൂർണ്ണ വെടിനിർത്തൽ എന്താണ്? സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കണം എന്നാണ് ഉക്രൈൻ പറഞ്ഞത്. സമ്പൂർണ്ണ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം അവർ പറഞ്ഞ സമ്പൂർണ്ണ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുക. പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം 1 മാസത്തിനിടെ ചർച്ച ചെയ്യും. ആ ചർച്ചയോടനുബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. ആ ചർച്ചയിൽ ഉക്രൈൻ്റെ പ്രതിനിധിയും റഷ്യയുടെ പ്രതിനിധിയും അമേരിക്കയുടെ പ്രതിനിധിയും പങ്കെടുത്തുകൊണ്ട് അതിന് സൗദി അറേബ്യ മധ്യസ്ഥത വഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് ആദ്യഘട്ടത്തിൽ തന്നെ നടക്കാതെ പോയത്. അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ തുടർച്ച പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ സമ്പൂർണ്ണ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വളരെ കൃത്യമായ രീതിയിൽ തന്നെ നിലപാട് പറഞ്ഞത് തങ്ങളുടെ ഭൂപ്രദേശത്ത് കയ്യേറിക്കൊണ്ട് റഷ്യ പിടിച്ചെടുക്കപ്പെട്ട ഒരു പ്രദേശവും വിട്ടുകൊടുക്കില്ല. അവിടുന്ന് അവർ നിരുപാധികം പിന്മാറണം എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് ഇതെവിടെ എത്താത്ത ഒരു വിഷയമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ വെടിനിർത്തൽ ഉടൻ വേണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നല്ലാതെ അത് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം അയാളത് വേണ്ട മുഖവിലക്കെടുത്തിട്ടില്ല എന്നുള്ളതും യുദ്ധം കഠിനമാക്കാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഈ നിലപാടുകളിലേക്ക് റഷ്യയുടെ സൈന്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള പേരാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്ന രീതികളൊന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത വിധമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് പറയപ്പെട്ട കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദയനീയ പരാജയമാണ് അത് ട്രംപ് ഇപ്പോൾ അനുഭവിക്കുന്നത്. താൻ അധികാരത്തിലേറി 24 മണിക്കൂർ കൊണ്ട് റഷ്യൻ ഉക്രൈൻ യുദ്ധവും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ളതും യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. യുദ്ധവിരാമവും ശാന്തി സമാധാനവുമാണ് താൻ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലായിരിക്കും തങ്ങളുടെ നിലപാട് എന്നുള്ളതായിരുന്നു ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി യുദ്ധം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ട്രംപ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ്. കാരണം മുൻപ് ബൈഡൻ്റെ കാലത്ത് തടഞ്ഞു വെക്കപ്പെട്ട ഇസ്രായേലിലേക്കുള്ള എല്ലാ ആയുധവും രാജ്യത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അനുമതി നൽകി. അപ്പോൾ അവിടെ യുദ്ധം നടക്കണം, യുദ്ധം നിലനിൽക്കണം എന്നുള്ള താല്പര്യക്കാരനാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് ഇവിടെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷകർക്കോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.